എല്ലുമുറിയെ പണിയെടുത്തും ഒരുപാട് കഷ്ടപ്പെട്ടും പട്ടിണി കിടന്നുമൊക്കെയാണ് ഓരോ അമ്മമാരും തങ്ങളുടെ മക്കളെ വളർത്തി വലുതാക്കുന്നത്. പക്ഷേ പലർക്കും വാർദ്ധക്യമായാൽ അമ്മയും അച്ഛനുമൊക്കെ ഒരു ബാധ്യതയാണ്. അമ്മയുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനൊന്നും പല മക്കളും ഇന്ന് സമയം കണ്ടെത്താറില്ല. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു അമ്മയ്ക്ക് സംഭവിച്ച ദാരുണ മരണം മനസ്സിനെ ഏറെ വേദനിപ്പിച്ച ഒന്നായിരുന്നു. മടവൂർ തകരപ്പറമ്പ് സ്വദേശിനി ഭവാനിയുടെ മൃതദേഹമാണ് മാംസഭാഗങ്ങൾ തെരുവുനായ്ക്കൾ ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. മൂത്ത മകനൊപ്പമായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വരെയും അവർ അവിടെ തന്നെയായിരുന്നു. വിറക് ശേഖരിക്കാൻ പോയ ഇവർ രാത്രി തിരിച്ചെത്താഞ്ഞിട്ടും മകനും കുടുംബവും യാതൊരുവിധ അന്വേഷണവും നടത്തിയില്ല. മൂത്ത മകൻ പറയുന്നത് 1 കിലോമീറ്ററിനപ്പുറം താമസിക്കുന്ന ഇളയ മകന്റെ വീട്ടിൽ അമ്മ ഉണ്ടാവുമെന്ന് കരുതിയെന്നാണ്. അമ്മ പോയി ഒരാഴ്ച പിന്നിട്ടിട്ടും അമ്മ അവിടെ എത്തിയോ എന്ന് പോലും ഇവർ വിളിച്ചന്വേഷിച്ചില്ല. അത്രയ്ക്കുണ്ട് ആ മകന് അമ്മയോടുള്ള സ്നേഹവും കരുതലുമെല്ലാം. തുടർന്ന് ബുധനാഴ്ച ഇളയ മകൻ അമ്മയെ കാണാൻ സഹോദരന്റെ വീട്ടിലെത്തിയപ്പോഴാണ് അമ്മയെ കാണാതായ വിവരം മനസ്സിലാകുന്നത്. ഇതിനെ തുടർന്നാണ് ഈ വിവരം പോലീസിനെ അറിയിക്കുന്നത്. ഇതിനിടെ സമീപവാസിയായ വീട്ടമ്മ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയോടെ ഇവരെ കണ്ടതായി അറിയിച്ചിരുന്നു. തുടർന്ന് ബന്ധുവും അയൽവാസിയും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത്. മൃതദേഹം തെരുവുനായ്ക്കൾ ഭക്ഷിച്ച നിലയിലായിരുന്നു. തലയോട്ടിയും അസ്ഥിഭാഗങ്ങളും മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. വസ്ത്രവും കഴുത്തിലണിഞ്ഞിരുന്ന സ്വർണമാലയും വെച്ചാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. സമീപത്തെ പുരയിടത്തിൽ നിന്നും വിറക് ശേഖരിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹം കാണപ്പെട്ടതിനടുത്ത് താമസിക്കുന്ന കുടുംബവും ഒരാഴ്ചയായി വീട്ടിലുണ്ടായിരുന്നില്ല. ഇതും സംഭവം പുറത്തറിയാതിരിക്കാൻ വൈകുന്നതിന് കാരണമായി. ഒരുപക്ഷെ ആ മൂത്ത മകൻ അമ്മ അവിടെ എത്തിയോ എന്ന് ചോദിച്ച ഇളയ മകന് ഒരു ഫോൺ ചെയ്തിരുന്നെങ്കിൽ ആ പാവം അമ്മയുടെ മുഖമെങ്കിലും അവസാനമായി അവർക്കൊന്ന് കാണാമായിരുന്നു.